ഹായ് ഗൈസ്, വെൽക്കം ടു ഹാക്ക് ഫയൽ. സോ ഇന്ന് നമ്മൾ HTML div elements ആണ് പഠിക്കാൻ പോകുന്നത്. സോ div എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് div നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ div എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇപ്പോൾ ബ്ലോക്ക് എലമെൻ്റ് എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാബലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലാബൽ ഒരു ഇൻലൈൻ എലമെൻ്റ് ആണ്. അപ്പോൾ ഇൻലൈൻ എലമെൻ്റ് ആയപ്പോൾ എന്താണ്, ആ ഒരു എലമെൻറ്റിന് ആവശ്യമുള്ള സ്പേസ് മാത്രമേ ഇൻലൈൻ എലമെൻറ്റ്സ് എടുക്കത്തുള്ളൂ. ബട്ട് വെൻ കമ്മിങ് ടു ബ്ലോക്ക് എലമെൻറ്റ്, അത് വളരെയധികം സ്ട്രെച്ച് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫുൾ വിഡ്ത്തും എടുക്കുന്നതാണ്. ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് അത് സ്ട്രെച്ച് ചെയ്ത് ഫുൾ വിഡ്ത്ത് എടുക്കും. ആൻഡ് അതൊരു പുതിയൊരു ലൈനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ ഇൻലൈൻ്റെയും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനൊരു HTML ഡോക്യുമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ആ ഒരു വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ div നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കോഡ് ബേസിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു റീഡബിലിറ്റി ഇല്ല. ഓക്കെ, ഈ div യൂസ് ചെയ്യുന്ന റീഡബിലിറ്റിക്ക് മാത്രമല്ല, നമ്മൾ അടുത്തതിൽ CSS ഒക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന പാർട്ടിൽ നമുക്ക് ചില ഡിസൈന് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഈ div ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു സ്പെസിഫിക് ടൈപ്പായിട്ട് ഗ്രൂപ്പൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ബോധർ ചെയ്യേണ്ട, നമുക്ക് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ മൊത്തമായിട്ട് ഇങ്ങനെ ഇട്ടൊക്കെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡിങ്ങും ഇതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എന്താണ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു div ഇട്ട് ഓപ്പൺ ചെയ്ത് ഓക്കെ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒന്ന് ഫോർമാറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്താണ് ഹെഡിങ് ആണ്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ CSS ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനൊരു ക്ലാസ് നെയിമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹെഡിങ് സെക്ഷൻ. ഓക്കെ, പിന്നെ സിമാൻറ്റിക് ടാഗ്സ് ഒക്കെ ഉണ്ട്. ഹെഡിങ് ടാഗ്, ഹെഡർ ടാഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു സെക്ഷനായിട്ട് നമുക്ക് കൂട്ടാം. സോ പിന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവും ക്ലാസ്സും ഒക്കെ ഒപ്പം കൊടുക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ വേറെ ഒരു ഡോട്ട് ഇടുക, എന്നിട്ട് ക്ലാസ് നെയിം കൊടുക്കാം. ഓക്കെ, മെയിൻ കണ്ടൻറ്റ് ഒന്ന് കൊടുക്കുന്നു, അത് എൻ്റർ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഡിവും ഒപ്പം ക്ലാസ്സും കൂടി ഉണ്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ അടുത്തത് എന്ന് പറയുന്നത് ഫേവറേറ്റ് ഫുഡിൻ്റെ ആണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ div യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമ്മുടെ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം div ഇട്ടതുകൊണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് CSS സ്റ്റൈൽസോ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്രയാണ് ഡിവിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ HTMLൻ്റെ മിക്ക കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ CSSലോട്ട് പോകാം. അടുത്ത നെക്സ്റ്റ് വീഡിയോസിലായിട്ടൊക്കെ നമ്മുടെ CSSൻ്റെ വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.